നമസ്കാരം. ബ്രസീലിലെ സാവോ പോളയിൽ വിമാനം തകർന്നു വീണ 62 മരണം. വിൻഹെഡോ നഗരത്തിലാണ് വിമാനം വീണതെന്ന് പ്രാദേശിക അഗ്നിശമന സേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വീട്ടുമുറ്റത്തേക്കാണ് വിമാനം പതിച്ചതെന്നാണ് വിവരം. പരാന സംസ്ഥാനത്തെ കസ്കവലിൽ നിന്ന് സാവോ പോളയിലെ മുഖ്യ രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് പോയ ATR 72 വിമാനത്തിൽ 58 യാത്രക്കാരും 4 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നതെന്ന് വോപ്പാസ് എയർലൈൻസ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു. അപകട കാരണം വ്യക്തമല്ല. സാവോ പോളോ നഗരത്തിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. നിലവിൽ ആരെയും ജീവനോടെ കണ്ടെത്താനായിട്ടില്ലെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ബ്രസീൽ സിവിൽ ഡിഫൻസ് അറിയിച്ചു. എല്ലാവരും മരിച്ചെന്ന റിപ്പോർട്ടാണ് ലഭിച്ചതെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷ്യോ ലൂല ഡ സിൽവയും സ്ഥിരീകരിച്ചു. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 9:55, അതായത് അവിടെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 1:25 അപകടം. വിമാനം ലാൻഡ് ചെയ്യാൻ 10 മിനിറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. നിയന്ത്രണം നഷ്ടമായി കുത്തിനെ പതിക്കുകയായിരുന്നു ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നാലെ വിമാനം ചിന്നിച്ചിതറി. മേഖലയിൽ വൻ തീപിടുത്തമുണ്ടായി. നിരവധി കെട്ടിടങ്ങളും തകർന്നു. പ്രദേശവാസികളിൽ ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചുവെന്ന് അപകട സ്ഥലത്തിനടുത്തുള്ള പ്രാദേശിക ഉദ്യോഗസ്ഥർ പറഞ്ഞുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ATR വിമാനം വീടുകൾക്ക് സമീപമുള്ള മരക്കൂട്ടങ്ങൾക്ക് പിന്നിലേക്കാണ് നിയന്ത്രണം വിട്ട് വീഴുന്നത്. പിന്നാലെ പ്രദേശത്ത് നിന്ന് വലിയ രീതിയിലുള്ള പുക ഉയരുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളിലുണ്ട്. വിമാനം തകർന്നു വീണ ഒരു വീടിന് മാത്രമേ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂവെന്നും താമസക്കാർക്കാർക്കും പരിക്കില്ല എന്നും വിൻഹെഡോയ്ക്ക് സമീപമുള്ള വാലിൻഹോസിലെ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബ്രസീൽ പ്രസിഡന്റ് ലൂല ഡ സിൽവയും രംഗത്ത് വന്നു. ഞാൻ ശരിക്കും ഒരു മോശം വാർത്തയാണ് കേൾക്കുന്നത്. അപകടത്തിൽ മരിച്ചവരോടുള്ള ആദരവിന്റെ ഭാഗമായി എല്ലാവരും 1 മിനിറ്റ് മൗനം ആചരിക്കണം. അപകടത്തിന് തൊട്ടു പിന്നാലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത പ്രസിഡന്റ് പറഞ്ഞു. പരാന സംസ്ഥാനത്തെ കാസ്കവലിൽ നിന്ന് PSVPB രജിസ്ട്രേഷനുള്ള വിമാനം തകരാൻ കാരണമെന്തെന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയില്ല എന്നാണ് വിമാന കമ്പനി വ്യക്തമാക്കുന്നത്. പരാന സംസ്ഥാനത്തെ കാസ്കവലിൽ നിന്ന് സാവോ പോളോയിലെ ഗോരിലോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു വിമാനം. വിമാനത്തിന് 14 വർഷം പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ ബ്രസീലിയൻ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.